ഗ്രീൻലാൻഡ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു നിഗൂഢമായ മഞ്ഞുമൂടിയ ദ്വീപ്. മാർച്ച് അവസാനം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അമേരിക്ക തീർച്ചയായും ഗ്രീൻലാൻഡ് സ്വന്തമാക്കുമെന്ന്. എന്നാൽ അമേരിക്കക്കാർക്ക് ഈ ദ്വീപ് എന്തിനാണ് വേണ്ടത്? അതിന്റെ പ്രത്യേകത എന്താണ്? ഗ്രീൻലാൻഡ് ഉൾപ്പെടുന്ന രാജ്യമായ ഡെൻമാർക്കിനെ നാട്ടുകാർ വെറുക്കുന്നത് എന്തുകൊണ്ട്? ഈ പ്രദേശം ആർക്കാണ് അവകാശപ്പെട്ടത്? അതിന് ഒരു സംക്ഷിപ്ത ചരിത്രമുണ്ട്. ഗ്രീൻലാൻഡ് 2 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തീർണമുള്ള ഒരു ദ്വീപാണ്. അതിൽ 4/5 ഭാഗം മഞ്ഞുമൂടിയതാണ്. അതിന്റെ ജനസംഖ്യ 56,000-ലധികം ആളുകളാണ്. ജനസംഖ്യയുടെ ഏകദേശം 89% ഗ്രീൻലാൻഡിക് എസ്കിമോകളാണ്. ബാക്കി 11% യൂറോപ്യന്മാരാണ്, കൂടുതലും ഡെയിനുകാർ. 2009 ജൂലൈ മുതൽ ഇവിടുത്തെ പ്രധാന ഭാഷ ഗ്രീൻലാൻഡിക് ആണ്. നിലവിൽ ഗ്രീൻലാൻഡ് ഡെൻമാർക്കിലെ ഒരു സ്വയംഭരണ പ്രവിശ്യയാണ്. എന്നിരുന്നാലും ഭൗതിക ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ദ്വീപ് ഈ ഭൂഖണ്ഡത്തിന്റെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നതിനാൽ വടക്കേ അമേരിക്കയുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു. ഭൂമിശാസ്ത്രപരമായ വീക്ഷണകോണിൽ കാനഡ, USA, മെക്സിക്കോ എന്നിവയുടേതുപോലുള്ള ലിത്തോസ്ഫെറിക് പ്ലേറ്റിലാണ് ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഡെൻമാർക്കിനേക്കാൾ USAയോട് അടുത്താണ് ഈ ദ്വീപ്. അവിടെയാണ് അതിന്റെ സ്ഥാനം. ഗ്രീൻലാൻഡിൽ നിന്ന് ന്യൂയോർക്കിനേക്കാൾ ഏകദേശം 600 കിലോമീറ്റർ അകലെയാണ് കോപ്പൻഹാഗൻ. ഇവിടെ ആദ്യമായി താമസിച്ചിരുന്ന ആളുകൾ ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് വടക്കേ അമേരിക്കയിൽ നിന്ന് കാനഡ വഴി ദ്വീപിന്റെ വടക്ക് ഭാഗത്തുള്ള ഇടുങ്ങിയ കടലിടുക്കിലെത്തി. ഇനുയിറ്റ് എന്നറിയപ്പെടുന്ന വടക്കൻ ജനതയുടെ കുറഞ്ഞത് 6 വ്യത്യസ്ത സമൂഹങ്ങളെങ്കിലും വ്യത്യസ്ത സമയങ്ങളിൽ ദ്വീപിലെത്തി. 10-ാം നൂറ്റാണ്ട് വരെ ഗ്രീൻലാൻഡ് യൂറോപ്യന്മാർക്ക് അജ്ഞാതമായിരുന്നു. ഇത് കണ്ടെത്തിയയാൾ ഐസ്ലാൻഡിക് നോർവീജിയൻ എറിക് ദ റെഡ് ആണെന്ന് കണക്കാക്കപ്പെടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ എറിക്കിന് മുമ്പ് ഉൾഫ് ക്രാക്കയുടെ മകൻ ഗൺബ്സോൺ എന്ന സ്കാൻഡിനേവിയൻ എറിക് പ്രത്യക്ഷപ്പെടുന്നതിന് ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീൻലാൻഡിനെ കുറിച്ച് പഠിച്ചു. കൊടുങ്കാറ്റിൽ അദ്ദേഹത്തിന്റെ ബോട്ട് തകർന്നു. പക്ഷേ ഗൺബ്സോൺ ഒരിക്കലും ദ്വീപിലെത്തിയില്ല. ദൂരെ നിന്ന് മാത്രമേ അദ്ദേഹം അത് കണ്ടുള്ളൂ. ഗ്രീൻലാൻഡിലെ തീരങ്ങളിൽ കാലുകുത്തിയ ആദ്യത്തെ യൂറോപ്യനായി എറിക് മാറി. 2 കൊലപാതകങ്ങൾക്ക് അദ്ദേഹത്തെ ഐസ്ലാൻഡിൽ നിന്ന് പുറത്താക്കി. തന്റെ വലിയ കുടുംബത്തിനും അടിമകൾക്കുമൊപ്പം ദ്വീപിൽ സ്ഥിരതാമസമാക്കാൻ എറിക്ക് സൗകര്യപ്രദമായ ഒരു സ്ഥലം കണ്ടെത്തി. ഗ്രീൻലാൻഡ് എന്നർത്ഥം വരുന്ന ഗ്രീൻലാൻഡ് എന്ന് വിളിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഏറ്റവും ജനപ്രിയമായ പതിപ്പനുസരിച്ച് കൂടുതൽ കുടിയേറ്റക്കാരെ ആകർഷിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം ആ സമയത്ത് ദ്വീപ് കൂടുതൽ പച്ചപ്പുള്ളതായിരുന്നുവെന്ന് ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. ഗ്രീൻലാൻഡിലെ ആദ്യത്തെ കോളനി നോർവീജിയൻ വൈക്കിങ്ങുകൾ സ്ഥാപിച്ചെങ്കിലും കാലക്രമേണ ഈ ദേശങ്ങളിൽ നോർവേയുടെ സ്വാധീനം കുറഞ്ഞു. 1536-ൽ രാജ്യം അതിന്റെ എല്ലാ വിദേശ സ്വത്തുക്കളോടും കൂടി ഡാനിഷ് നിയന്ത്രണത്തിലായി. അങ്ങനെ ഗ്രീൻലാൻഡ് ഡെൻമാർക്കുകാരുടെ സ്വത്തായി മാറി. അവർ 1605-ൽ വീണ്ടും കോളനിവൽക്കരണം ആരംഭിച്ചു. വഴിയിൽ 1814-ൽ നോർവേ ഡെൻമാർക്ക് വിട്ടു. പക്ഷേ ഗ്രീൻലാൻഡ് ഡാനിഷായി തുടർന്നു. 2-ാം ലോകമഹായുദ്ധകാലത്താണ് ദ്വീപിൽ ഏറ്റവും രസകരമായ സംഭവങ്ങൾ ആരംഭിച്ചത്. 1940 ഏപ്രിൽ 9-ന് വെർമാച്ച് പട്ടാളക്കാർ ജർമ്മൻ ഡാനിഷ് അതിർത്തി കടന്നു. 2 മണിക്കൂറിന് ശേഷം ഡാനിഷ് സർക്കാരും രാജാവും സൈന്യത്തോട് ആയുധം താഴെയിടാൻ ഉത്തരവിട്ടു. ഗ്രീൻലാൻഡും ജർമ്മനിയിലേക്ക് മാറ്റേണ്ടതായിരുന്നു. പക്ഷേ എല്ലാവരും ഇതിനോട് യോജിച്ചില്ല. USA-ലെ ഡാനിഷ് ആംബാസഡർ ഹെൻറിക് കോഫ്മാൻ ദ്വീപിനെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചു. മാതൃരാജ്യവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ കോളനിക്ക് സ്വയംഭരണത്തിനുള്ള അവകാശം നൽകുന്ന 1925-ലെ അടിയന്തര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ദ്വീപിനെ ഒരു പരമാധികാര പ്രദേശമായി പ്രഖ്യാപിക്കുകയും USA-ൽ നിന്ന് സഹായം തേടുകയും ചെയ്തു. 1941 ഏപ്രിൽ 9-ന് രാജാവിന്റെ പേരിൽ കോഫ്മാൻ ഗ്രീൻലാൻഡിനെ സംരക്ഷിക്കുന്നതിനായി ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു. ഇതിനുശേഷം ദ്വീപിന്റെ പടിഞ്ഞാറൻ തീരത്ത് ആദ്യത്തെ അമേരിക്കൻ നാവിക താവളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഗ്രീൻലാൻഡിലെ ഏറ്റവും വലിയ നഗരമായ ഗോട്ട്തോബിൽ ഒരു അമേരിക്കൻ സൈനിക ദൗത്യം നിലയുറപ്പിച്ചു. ജർമ്മനി ദ്വീപിൽ സ്വയം സ്ഥാപിക്കുന്നത് തടഞ്ഞത് അമേരിക്കക്കാരായിരുന്നു. 1943 മെയ് 29-ന് US ബോംബർ വിമാനങ്ങളുടെ ഒരു സ്ക്വാഡ്രൺ ഗ്രീൻലാൻഡിലെ ഒരു ജർമ്മൻ കാലാവസ്ഥാ കേന്ദ്രത്തിൽ ബോംബാക്രമണം നടത്തുകയും ചെയ്തു. താമസിയാതെ അധിനിവേശക്കാരെ ഒഴിപ്പിച്ചു. ഗ്രീൻലാൻഡ് അവർ പിടിച്ചെടുത്തില്ല. 2-ാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം ഗ്രീൻലാൻഡിലെ പ്രധാന സൈനിക തന്ത്രപരമായ സൗകര്യങ്ങൾ നിലനിർത്താൻ USA-ക്ക് കഴിഞ്ഞു. 1951 ഏപ്രിലിൽ വടക്കൻ അറ്റ്ലാന്റിക് സഖ്യം നാറ്റോയുടെ ചട്ടക്കൂടിനുള്ളിൽ ഒരു പുതിയ കരാർ അവസാനിച്ചു. അടുത്ത 2 വർഷത്തിനുള്ളിൽ ദ്വീപിന്റെ വടക്കു പടിഞ്ഞാറായി തുലയിലെ വാസസ്ഥലത്തിന് സമീപം ഒരു സ്ഥിരം വ്യോമതാവളം നിർമ്മിച്ചു. ഇപ്പോൾ അത് പിറ്റുഫിക് ബഹിരാകാശ താവളമാണ്. ശീതയുദ്ധകാലത്ത് ഗ്രീൻലാൻഡ് USA-ക്ക് ആർട്ടിക് സമുദ്രത്തിലേക്കുള്ള കവാടമായി കണക്കാക്കപ്പെട്ടിരുന്നു. യൂറോപ്പിലേക്ക് പറക്കുന്ന വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിനും ആണവായുധങ്ങളുള്ളവ ഉൾപ്പെടെയുള്ള തന്ത്രപരമായ ബോംബറുകൾക്ക് ആതിഥേയത്വം വഹിക്കുന്നതിനും അമേരിക്കൻ സൈനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചിരുന്നു.
1959 മുതൽ ക്യാമ്പ് സെഞ്ചുറി എന്ന വ്യാജ ഗവേഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണം ഗ്രീൻലാൻഡിൽ ആരംഭിച്ചു. അവിടെ നിന്ന് അമേരിക്കക്കാർ ഗ്രീൻലാൻഡിൽ ഒരു തുരങ്ക സംവിധാനം നിർമ്മിക്കാനും സോവിയറ്റ് യൂണിയനെ ലക്ഷ്യം വച്ചുള്ള 600 ഭൂഖണ്ഡാന്തര ആണവ മിസൈലുകൾ സ്ഥാപിക്കാനുമുള്ള പ്രോജക്റ്റ് ഐസ്വാം പദ്ധതി ആരംഭിക്കാൻ പദ്ധതിയിട്ടു. ആകെ 3 കിലോമീറ്റർ നീളമുള്ള 21 തുരങ്കങ്ങൾ അമേരിക്കക്കാർ നിർമ്മിച്ചു. സാങ്കേതിക സൗകര്യങ്ങൾക്ക് പുറമെ ഒരു സ്റ്റോർ, തിയേറ്റർ, ലൈബ്രറി, ലോണ്ടറി, ഹെയർ ഡ്രസ്സർ, ഒരു ചാപ്പൽ പോലും ഉണ്ടായിരുന്നു. ഈ ഭൂഗർഭ നഗരത്തിന്റെ ഹൃദയം റിയാക്ടർ ഹാളായിരുന്നു. PM-2A ആണവ നിലയമാണ് വൈദ്യുതി നൽകിയത്. എന്നാൽ 1960 ആയപ്പോഴേക്കും മഞ്ഞും ഹിമവും നിരന്തരം ചലിച്ചുകൊണ്ടിരുന്നതായി വ്യക്തമായി. തുരങ്കങ്ങൾ നിരന്തരം ശക്തിപ്പെടുത്തേണ്ടി വന്നു. പരിപാലന ചെലവ് വർദ്ധിച്ചു. പദ്ധതി ഒടുവിൽ അടച്ചുപൂട്ടി. മിസൈലുകൾ ഒരിക്കലും താവളത്തിലേക്ക് കൊണ്ടുവന്നില്ല. എന്നിരുന്നാലും അമേരിക്കക്കാർ 178 ടൺ റേഡിയോ ആക്റ്റീവ് വെള്ളവും ഏകദേശം 20 ലക്ഷം ലിറ്റർ ഡീസൽ ഇന്ധനവും 24 ദശലക്ഷം ലിറ്റർ സംസ്കരിക്കാത്ത മലിനജലവും ഹിമാനിയിൽ ഉപേക്ഷിച്ചു. അത് എന്നേക്കുമായി മഞ്ഞിനടിയിൽ കുഴിച്ചിടപ്പെടുമെന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ 2016 പദ്ധതിയെ തരംതിരിച്ചപ്പോൾ 21ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഈ മലിനീകരണ വസ്തുക്കൾ ഉരുകുന്ന ഹിമാനിയുടെ ഉപരിതലത്തിലെത്തുമെന്ന് ശാസ്ത്രജ്ഞർ നിഗമനം ചെയ്തു. 1968 ജനുവരിയിൽ തുലേ താവളത്തിന് സമീപം മറ്റൊരു ദുരന്തം സംഭവിച്ചു. നിരവധി തെർമോന്യൂക്ലിയർ ബോംബുകൾ വഹിച്ചുകൊണ്ട് ഒരു B-52 സ്ട്രാറ്റജിക് ബോംബർ തകർന്നു. ഏകദേശം 5 കിലോമീറ്റർ ചിതറിക്കിടക്കുന്ന ശകലങ്ങൾ റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ കൊണ്ട് പ്രദേശം മലിനമായി. ബോംബുകളുടെ കൃത്യമായ എണ്ണം ഒരിക്കലും വെളിപ്പെടുത്തിയില്ല. ഡാനിഷ്, അമേരിക്കൻ ടീമുകൾ ഉടനടി ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഉരുകുന്നതിന് മുമ്പ് പണി പൂർത്തിയാക്കേണ്ടതായിരുന്നു. അല്ലാത്തപക്ഷം സമുദ്രം മലിനമാകും. ഗ്രീൻലാൻഡ് വാങ്ങാനുള്ള ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ എല്ലായ്പ്പോഴും പരാജയത്തിൽ കലാശിച്ചു. 1867 US സ്റ്റേറ്റ് സെക്രട്ടറി വില്യം ഹെൻറി സെവേർഡ് ആണ് ആദ്യ ശ്രമം നടത്തിയത്. 1910 ഫിലിപ്പീൻസിനെ ഉൾപ്പെടുത്തി സങ്കീർണമായ ഒരു കൈമാറ്റ നിർദ്ദേശവുമായി അമേരിക്ക വീണ്ടും ശ്രമിച്ചു. എന്നിരുന്നാലും കരാർ ഒരിക്കലും യാഥാർത്ഥ്യമായില്ല. 1917 US ഡെൻമാർക്കിൽ നിന്ന് വെർജിൻ ദ്വീപുകളിൽ നിന്ന് $5 ദശലക്ഷം ദ്വീപുകൾ വാങ്ങി. പക്ഷേ ഗ്രീൻലാൻഡ് ഇപ്പോഴും വാഷിംഗ്ടണിന് താൽപര്യം പ്രകടിപ്പിച്ചു. 1946 പ്രസിഡന്റ് ഹാരി ട്രൂമാൻ ഡെൻമാർക്കിന് $100 ദശലക്ഷം അലാസ്കയിലെ എണ്ണപ്പാടങ്ങളുടെ ഒരു ഭാഗം ദ്വീപിനായി വാഗ്ദാനം ചെയ്തു. ഡെൻമാർക്ക് നിരസിച്ചു. 1967 പ്രസിഡന്റ് ലിൻഡൻ ജോൺസന്റെ കീഴിൽ ഡെൻമാർക്ക് ഗ്രീൻലാൻഡും ഐസ്ലാൻഡും വിൽക്കുമോ എന്ന് US വീണ്ടും ചോദിച്ചു. വീണ്ടും ഉത്തരം ഇല്ല എന്നായിരുന്നു. ഇന്ന് ഒരു കരാർ ചർച്ചയ്ക്ക് ഡെൻമാർക്ക് മാത്രമല്ല ഗ്രീൻലാൻഡ് തന്നെയും ആവശ്യമാണ്. 1979 ഒരു റെഫറണ്ടത്തിന് ശേഷം ഗ്രീൻലാൻഡ് സ്വയംഭരണം നേടി. 10 വർഷത്തിന് ശേഷം അത് യൂറോപ്യൻ സാമ്പത്തിക സമൂഹത്തിൽ നിന്ന് പുറത്തുപോയി. 2009 മറ്റൊരു റെഫറണ്ടം അതിന്റെ സ്വയംഭരണാവകാശം കൂടുതൽ വികസിപ്പിച്ചു. ഡെൻമാർക്ക് ഇപ്പോൾ പ്രധാനമായും വിദേശ നയവും പ്രതിരോധവും കൈകാര്യം ചെയ്യുന്നു. അതേസമയം പ്രതിവർഷം ഏകദേശം $500 ദശലക്ഷം സബ്സിഡികൾ നൽകുന്നു. 2009 നിയമപ്രകാരം ഗ്രീൻലാൻഡിന് മറ്റൊരു റഫറണ്ടത്തിന് ശേഷം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ കഴിയും. ഈ വികാരത്തിന് കാരണങ്ങളുണ്ട്. 1960കളിൽ അധികാരികൾ രഹസ്യമായി ഇന്യൂട്ട് സ്ത്രീകളെ നിർബന്ധിത വന്ധ്യംകരണം നടത്തിയതിനാൽ പല തദ്ദേശീയരും ഡെൻമാർക്കിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നു. തദ്ദേശീയ ജനസംഖ്യ ഡെൻമാർക്കുകാരേക്കാൾ കൂടുതലായിരിക്കുമെന്നും സ്വാതന്ത്ര്യം ആവശ്യപ്പെടുമെന്നും സർക്കാർ ഭയപ്പെട്ടു. സാമ്പത്തികമായി ഗ്രീൻലാൻഡിന് ഏകദേശം $3 ബില്യൺ GDP ഉണ്ട്. മത്സ്യബന്ധനം പ്രധാന വ്യവസായമായി. അപ്പോൾ USA ഗ്രീൻലാൻഡിനെ ഇത്രയധികം ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ആർട്ടിക് മഞ്ഞുരുകുന്നത് വടക്കു പടിഞ്ഞാറൻ പാസേജ്, വടക്കൻ കടൽ റൂട്ട് പോലുള്ള പുതിയ ഷിപ്പിംഗ് റൂട്ടുകൾ തുറക്കുന്നു. ഗ്രീൻലാൻഡിന്റെ സ്ഥാനം ഈ ഭാവി സമുദ്രപാതകളുടെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നു. ഇതിന് വലിയ തന്ത്രപരമായ സൈനിക പ്രാധാന്യവുമുണ്ട്. US ബാലിസ്റ്റിക് മിസൈൽ നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായ ഒരു റഡാർ സ്റ്റേഷനാണ് പിറ്റുഫിക് സ്പേസ് ബേസ് സ്ഥിതി ചെയ്യുന്നത്. അതേസമയം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നിർണായകമായി കണക്കാക്കുന്ന 50 ധാതുക്കളിൽ 43 എണ്ണത്തിന്റെയും കരുതൽ ശേഖരം ഗ്രീൻലാൻഡിലുണ്ട്. അപൂർവ എർത്ത് ലോഹങ്ങൾ, ഗ്രാഫൈറ്റ്, പ്ലാറ്റിനം ഗ്രൂപ്പ് ലോഹങ്ങൾ, നിയോബിയം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. US ജിയോളജിക്കൽ സർവേ പ്രകാരം ഗ്രീൻലാൻഡിൽ 52 ബില്യൺ ബാരൽ വരെ എണ്ണ അടങ്ങിയിരിക്കാം. ലോകത്തിലെ തെളിയിക്കപ്പെട്ട കരുതൽ ശേഖരത്തിന്റെ ഏകദേശം 3%. കാലാവസ്ഥ ചൂടാകുമ്പോൾ ഈ വിഭവങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകും. 2009 റെഫറണ്ടത്തിന് ശേഷം ഗ്രീൻലാൻഡിന് സ്വന്തം പ്രകൃതി വിഭവങ്ങൾ നിയന്ത്രിക്കാനുള്ള അവകാശവും ലഭിച്ചു. ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡുകാരുടേതാണെന്നും അമേരിക്ക അത് പിടിച്ചെടുക്കില്ലെന്നും ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റ് ഫ്രെഡറിക്സൺ പ്രസ്താവിച്ചു. ആത്യന്തികമായി ദ്വീപിന്റെ ഭാവി തീരുമാനിക്കുന്നത് സ്വന്തം ജനങ്ങളാണ്. അതേസമയം ഈ കഥ എങ്ങനെ അവസാനിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുന്നു.